ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഇക്കാടെ താത്താൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഇന്ന് കല്യാണങ്ങൾക്ക് ഒരുപാട് നൈറ്റുകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഹൽദി നൈറ്റ്, രംഗോലി നൈറ്റ്, പിന്നെ മെഹന്തി നൈറ്റ്, അങ്ങനെ ഒരുപാട് നൈറ്റുകൾ എല്ലാവരും ആഘോഷിക്കും. അപ്പോൾ അതുപോലൊരു നൈറ്റാണ് ഇന്ന് വീട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ചടങ്ങുകളും എല്ലാം ആണ് ഇന്ന് പങ്കുവെക്കുന്നത്. അതായത് വീട്ടിൽ നമ്മൾ എന്താ പറയുക, ഈ മണ്ഡപത്തിൽ ആഘോഷിക്കുമ്പോൾ ഒരുപാട് ബഹളവും ഒരുപാട് സ്ഥലത്ത് കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെക്കാട്ടും നമ്മൾ വീട്ടിൽ ആഘോഷിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കുടുംബക്കാർ മാത്രം ഒരു നൈറ്റ് ആഘോഷിക്കുക പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവൽ വേറെ തന്നെയാണ്. വീട്ടിൽ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് പാട്ട് വെച്ച് അതിൻ്റേതായ വിശേഷങ്ങളെല്ലാവരും പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോരോ തിരക്കിലാവും. ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് വർത്തമാനം പറയാനും എല്ലാത്തിനുള്ള സമയം കിട്ടുക. പിന്നെ മണ്ഡപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീൽ കിട്ടില്ല കേട്ടോ. നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ എന്ത് രസമായിട്ടാണ് ഒരു പന്തലിട്ടിരിക്കുന്നത്. പുറത്തുനിന്ന് പറഞ്ഞാൽ നല്ല കോരിച്ചൊഴിഞ്ഞ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടില്ലേ, വെള്ളമൊക്കെ നിറഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും പന്തലിട്ടിട്ട് അകത്തിലേക്കോ കല്യാണത്തിനോ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അതായത് മഴയുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത്രയും നന്നായിട്ടാണ് പന്തലിട്ടിരിക്കുന്നത്. അത് മഴ പെയ്തത് ഒരു കണക്കിന് നന്നായി. ആ ഭയങ്കര ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല കൂളിങ്ങുള്ള ടൈം ആയതുകൊണ്ട്. സാധാരണ മെയിലെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ എന്തൊരു ചൂടാണ്ടാവുക, എന്താ ചെയ്യാന്നൊക്കെയും വിഷമിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം മഴ വന്നപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂളിങ്ങായി. കണ്ടില്ലേ, ഈ പന്തലും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പിടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ പാട്ടയ്ക്കും വെച്ചിട്ടുണ്ട്. ആ പാട്ടയ്ക്കും കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം മഴയുള്ളത് കൊണ്ട് മഴയുടെ സൗണ്ട് നന്നായി അടിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പ്രശ്നമാവുക ചെയ്യുന്നത് പാട്ടിൻ്റെ സൗണ്ടും മഴയുടെ സൗണ്ടും വരുമ്പോൾ. അപ്പം ഞാൻ എന്താ ചെയ്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടിൻ്റെ സൗണ്ട് കളഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുത്തു കേട്ടോ. കുട്ടികൾ പാട്ടിനനുസരിച്ചിട്ട് തന്നെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, ഉറക്കെ പാട്ട് വെച്ചിട്ട്. അപ്പോൾ ആൾക്കാരേക്കും വന്ന് തുടങ്ങണണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ മൊത്തത്തിലൊന്ന് ലൈറ്റും പന്തലും എല്ലാം ഒന്ന് പിടിച്ച് കവർ ചെയ്തു. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ തിരക്കില്ല. അപ്പോൾ കല്യാണമാകുമ്പോൾ പിന്നെ എല്ലാവരും വീട്ടുകളിൽ അതിൻ്റേതായ തിരക്കും ആഘോഷങ്ങളിലാവും. അപ്പോൾ ഇതാ ഫ്രണ്ട്സും എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ആരുമില്ല. ഇന്നത്തെ നൈറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ ഇതാ ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള അത്യാവശ്യം ആൾക്കാരും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തിത്തിരക്കിയിട്ടുള്ള ബഹളങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ള തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മണ്ഡപത്തിൽ പോണ തിരക്കായി കേട്ടോ. അപ്പം എല്ലാവരും വേഗം എന്താ പറയുക, മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം പോയി പിന്നെ മണ്ഡപത്തിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയപ്പോൾ അത്ര ക്ലിയർ പോരാ. അതായത് എന്താ, നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർ ലൈറ്റ് അടിച്ചിട്ടൊക്കെ എടുക്കുകയെന്നല്ലേ ചെയ്യുക. ഇതിപ്പോൾ ജസ്റ്റ് ഫോണും കൊണ്ട് എടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ പോരാ, രാത്രി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ജസ്റ്റ് ഞാൻ മണ്ഡപം ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തു, അത്ര തന്നെ ചെയ്തോളൂ കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഓരോരോ തിരക്കിലാണ്. ഓരോരുത്തരും കുടുംബക്കാരെയും ആൾക്കാരേക്കും കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് തന്നെ മണ്ഡപം കാലിയാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം ആൾ കുറഞ്ഞിട്ടായിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇക്കാടെ അനിയൻ്റെ വൈഫ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളെയും ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അവൾ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണത്. അവൾ മോൻ്റെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ നമ്മൾ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, അതേപോലെ ഗിഫ്റ്റ് കൊടുക്കുക. അത്യാവശ്യം എല്ലാവരും എന്താ പറയുക, കുടുംബക്കാർ മാത്രമാകുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ റെമി ഷാനും കൂടിയിട്ട് ആയാനും കൂടിയിട്ട് വീഡിയോ ഒരു ഫോട്ടോ എടുത്തായിട്ട് പറഞ്ഞിട്ടോ റെമി. അപ്പോൾ ഞാൻ അത് വേഗം എടുത്തു കൊടുത്തു. പിന്നെ ചെക്കൻ്റെ ചെക്കന് മാലിട്ട് കൊടുക്കുക കേട്ടോ. ഒരു കനത്തിലൊരു മാലനെ അവളിട്ട് കൊടുത്തു. ഇത് പെങ്ങളും ഭർത്താവും കുട്ടികളാണ് ചെക്കൻ്റെ കേട്ടോ. അപ്പോൾ അവത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് കൊടുത്ത ശേഷം ഇക്കയുടെ വക ഒരു മോതിരാണ് ഗിഫ്റ്റ് കൊടുത്തത്.
അപ്പോൾ പിന്നെ ആ മോതിരയ്ക്ക് ഇട്ട് കൊടുത്ത്. റൗഫ് മോൻ ഉണ്ടായിരുന്നില്ല, റൗഫ് മോന് ലീവൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനും റിയമോളും ഇക്ക് മാത്രം വീഡിയോസിലും ഫോട്ടോസിലേക്കും നിന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇക്കാടെ താത്തിയും മോളുമാണ് കേട്ടോ. അപ്പോൾ ഒരു മോള് ഗൾഫിലായതുകൊണ്ട് അവളും കുട്ടിയും ഹസ്ബൻഡും വന്നിട്ടില്ല. ബാക്കി ഇവർ രണ്ടാളും കൂടിയിട്ട് പിന്നെ ഒരു മോതിരം ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാടെ അനിയനും ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അത് അവരും മോതിരനെയാണ് മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്ത് ഒരു മോതിരം ഇട്ട് കൊടുത്ത്. അപ്പോൾ അത്യാവശ്യം ഞങ്ങളുടെ ഫാമിലിത്തെ ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, പിന്നെ ഒക്കെയും കട്ട് ചെയ്തിട്ടല്ലേ കാണുക. ഇതാകുമ്പോൾ അത്യാവശ്യം ചടങ്ങുകളും അത്യാവശ്യം നമ്മുടെ ആൾക്കാർ ഫാമിലി മാത്രമാകുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്യാതെ കണ്ടോളെന്ന് വിചാരിച്ചിട്ട് അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇരുന്നിട്ട് അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വേറെ അവൻ്റെ താഴെ അനിയനും കൂടി ഒരു മാല ഇട്ട് കൊടുത്തു. പിന്നെ പേരക്കുട്ടികൾ, അതായത് ഇക്കാടെ ഫാമിലിത്തെ അടുത്ത തലമുറ. ഇതിലിപ്പോൾ റൗഫ് മോനും ഇല്ല, അതേപോലെ ഫർസാനയില്ല. അവർ രണ്ടാളും ഗൾഫിലായതുകൊണ്ട് അവർ രണ്ടാളും മാത്രമല്ല, ബാക്കി 2, 4, 6, 7 പേരക്കുട്ടികളുടെ ഫോട്ടോ, 9 പേരക്കുട്ടികളാണ് മൊത്തം ഫാമിലിയിലുള്ളത് കേട്ടോ. അതായത് ഇക്കാടെ പെങ്ങന്മാർ, അനിയൻ്റെയും മക്കളും, അങ്ങനെ 9 പേരിൽ നമ്മൾ 7 പേരെ വീഡിയോ എടുത്തു. അപ്പോൾ അവർ 2 പേരെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒരു ചൈനീസ് പടക്കും അതേപോലെ മേശപ്പൂവയ്ക്കും കത്തിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തിരക്ക് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെയും അധികം എടുത്തില്ല, രാത്രിയല്ല. പിന്നെ മഴയും നന്നായി പെയ്തപ്പോൾ പിന്നെ ഇവർ വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം എല്ലാവരും കൂടി ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവൾ മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമായിട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ വേഗം എന്താ പറയുക മണ്ഡപത്തിലേക്കും പോയി ആദ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നിന്നു. അപ്പോൾ ഞാനും ഇക്കാടെ അനിയൻ്റെ വൈഫും കൂടിയിട്ട് വീഡിയോയിൽ നിന്നു കേട്ടോ. പക്ഷേ എനിക്ക് തീരെ ക്ലിയർ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും സ്റ്റേജിൽ നിന്ന് പിന്നെ എടുത്തില്ല. ഇക്കാടെ ഉമ്മയാണ് അപ്പോൾ പോയത്. അവരെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഓരോരുത്തരായിട്ട് വീഡിയോയിലും ഫോട്ടോസിലേക്ക് നിന്ന് ഇത് ഇക്കും അനിയൻ്റെ മക്കളും പിന്നെ താത്താടെ മോനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഈ കളർ ഷർട്ട് അവരുടെ വക എടുത്ത് കൊടുക്കുക ചെയ്തു കേട്ടോ. പിന്നെ ഞാനും ഇക്കും റിയമോളും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സാണ് തന്നത് കേട്ടോ. ഡ്രസ്സിന് എന്താ പറയുക എല്ലാവർക്കും ഡ്രസ്സുകൾ തന്നു. അതേപോലെ മോൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ കൊടുത്തു. അതായത് അവളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ട് വന്നാൽ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് നഴ്സറിക്കൊക്കെ അവർ പൈസ തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സും എടുത്ത് തന്നു കേട്ടോ. ആണുങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരേ മോഡൽ ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എല്ലാവരും കൂടിയിട്ട് യൂണിഫോമായിട്ട് അതിട്ടു. ഇത് ഉമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. ഉമ്മയുടെ അനിയത്തിമാരും ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെ നിർത്തിയിട്ട് ഉമ്മ ഫോട്ടോ എടുത്തു. ഇത് വേറെ അനിയൻ്റെ ഫാമിലി, അനിയത്തിയുടെ ഫാമിലി. ഇത് ചെക്കൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി കേട്ടോ. അതായത് കല്യാണത്തിൻ്റെ അന്ന് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ഇതിപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാനൊക്കെയും പോയ സമയത്ത് അങ്ങനെ എന്താ പറയുക ആളൊഴിഞ്ഞ സമയത്തൊക്കെ അല്ലേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എപ്പോഴും മറ്റേ ക്യാമറയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ വിചാരിക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് പിടിച്ചത് തന്നെയാണ് കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇക്കാടെ ഫാമിലീൻ്റെ ഫോട്ടോസ് ഇല്ല, നിൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ പറഞ്ഞാൽ ഇവരെ ഇക്കാടെ ആൾക്കാരെ കിട്ടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരേക്കും വീഡിയോസിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവരെനിക്ക് ഓരോ വഴിക്ക് പോകും. ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോൾ ആരും വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ എനിക്ക് നിന്ന് തരില്ല.
അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു താപ്പിൽ ഞാൻ വേഗം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരു ഭാഗത്ത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെയും കഴിക്കുന്ന തിരക്ക്, ഒരു ഭാഗത്ത് ഐസ്ക്രീം കഴിക്കുന്ന തിരക്ക്. അങ്ങനെ എല്ലാവരും ഫുഡിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഹെസമോൾക്കാണെങ്കിൽ ഒരു ഐസ്ക്രീം വെച്ച് കൊടുത്ത് കഴിച്ചു. ഇതിപ്പോൾ പെണ്ണിനെ ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലത്തെ ആൾക്കാർ വന്നു കേട്ടോ. അവരിനി പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ തിരക്കായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണും കൂട്ടിയിട്ട് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതും കൊണ്ട് നടക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോവല്ലേ. പിന്നെ സ്റ്റേജിൽ നിന്ന് പെണ്ണിന് താലി കെട്ടുന്ന തിരക്കൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പെൺകുട്ടിയുടെ താലി കെട്ടുമ്പോൾ നെറ്റ് മാറ്റാനും അതുപോലെ അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതിന് നിന്നു. അത് കഴിഞ്ഞ് ചെക്കൻ്റെ കൂട്ടുകാരുടെ ഗിഫ്റ്റാണ് ഒരു കുടം. ഞാൻ പെട്ടി ഇത്രയും വലുത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തുറന്ന് കുഞ്ഞേ എന്തെങ്കിലും ഒരു നൂലാമാല കിട്ടുന്ന ഗിഫ്റ്റാവുന്നു. പക്ഷെ നോക്കിയപ്പോൾ തുറന്നപ്പോൾ അതിലൊരു കുടമായിരുന്നു. അതിൽ ഇവർ രണ്ടാളും പേരയ്ക്ക് എഴുതി പിന്നെ ലവ്വൊക്കെ വരച്ചിട്ടുള്ളൊരു കുടം. അത് അവരൊരു പണി കൊടുത്തതാണ്. അതേപോലെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അമ്പും വില്ലൊക്കെ ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് എന്തായാലും ഉപകാരമായി. കുട്ടികൾ അതുകൊണ്ട് കളിക്കുകയായിരുന്നു കേട്ടോ. ഇവർ ചെക്കന്മാർ ഇങ്ങനെ പറയണ്ട, അതെടുത്തിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക, ഫോട്ടോസ് എടുക്കുക പറഞ്ഞിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അവരെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടോ. അത് എന്തായാലും ചെറിയൊരു പണിയാണെന്നൊക്കെ തോന്നുന്നത്. വലിയ പണിയാണ് സാധാരണ അവർക്കും കൊടുക്കാറ്. ഇത് ചെറിയൊരു പണിയിൽ ഒതുക്കി കൊടുത്തു. അപ്പോൾ അവന് ആദ്യം എന്താണാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവനും കുറച്ച് സമാധാനമായി തോന്നണം. പിന്നെ എന്തായാലും അവൻ്റെ പെങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ 2 കളിപ്പാട്ടായി. അടിപൊളിയായിട്ട് അവർക്ക് ഇത് കിട്ടിയ കുട്ടികൾക്ക് സന്തോഷമായി. അവർ പറഞ്ഞതുപോലെ പിന്നെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെക്കേണ്ടി വന്നു. അവർക്കൊന്ന് വെച്ചിട്ട് അപ്പം തന്നെ എടുത്തു. അല്ലാണ്ട് ചെക്കന്മാർ സമ്മതിച്ചായിരുന്നില്ല കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സുകൾ പിന്നെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഇത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓളിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗണ്ടും വരുമ്പോൾ ആകെ കോളാവുന്നത് കൊണ്ട് ഞാൻ എല്ലാ സൗണ്ടും കൊടുത്ത് എൻ്റെ ഒരു സൗണ്ട് കൊടുത്ത് കോളാക്കി. അങ്ങനെ അതിൻ്റെ തിരക്കും പിന്നെ ചെക്കന്മാർ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് വലിയ പണിയാവും അവർ കൊടുക്കുക. അപ്പം ഇത് ചെറിയൊരു പണിയല്ലേ പറഞ്ഞിട്ട് പിന്നെ അവൻ വേഗം ഇതൊക്കെ വെച്ചിട്ട് വീഡിയോയിലും അവർ പറഞ്ഞതുപോലെയൊക്കെ നിന്ന് കൊടുത്തു കേട്ടോ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർ പറഞ്ഞ പോലെ ഓരോരുത്തർ ഐസ്ക്രീമിൽ ഉപ്പൊക്കെയും കളിക്കുക അതൊക്കെയും കുടിപ്പിച്ചും തീറ്റിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെയും തീറ്റിപ്പിക്കണ ഒക്കെ ചെക്കന്മാരെ. അത് നോക്കുമ്പോൾ ഇവർ പാവം കുട്ടികളാണ്. ചെറിയൊരു പണിയല്ലേ കൊടുത്തുള്ളൂ, വലിയ കനത്തിലുള്ള പണിയൊന്നും കൊടുത്തില്ലല്ലോ. ഈ അമ്പും വിലയ്ക്ക് നിന്നിട്ട് ഓരോ ഫോട്ടോസ് എടുക്കലും കുടം പിടിച്ചിട്ടുള്ള ഫോട്ടോയും അങ്ങനത്തെ ഫോട്ടോസാണ്. അപ്പോൾ അനിയൻ്റെ ഷാനുവിൻ്റെ പെങ്ങളുടെ കുട്ടി വന്നപ്പോൾ അത് കൊടുത്തു. പക്ഷേ അത് അവർ വാങ്ങിയിട്ട് ഇവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ. അവരെല്ലാവരും പറയുന്നുണ്ട്, അവരോരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കും, ഇന്നമാതിരി ചെയ്യുക പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അവർ വീഡിയോസും എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെക്കനും പെണ്ണിനും നിവർത്തിയില്ല, ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞതുപോലെയും ചെയ്തു കൊടുത്തു. അങ്ങനെ അവൾക്ക് നാണയ്ക്കാവുണ്ട്, എന്നാലും പിന്നെ രക്ഷയില്ലല്ലോ. അവിടെ അന്ന് പിന്നെ ഇളകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞ മോഡലിലേക്ക് അവർ നിന്ന് കൊടുത്തു. അങ്ങനെ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇത് രണ്ടാമത് റിസപ്ഷൻ ഇട്ട ഡ്രസ്സാണ് കേട്ടോ. റിസപ്ഷൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അതും നല്ല തിരക്ക്. അത് പത്തിരി, പൊറോട്ട, ബീഫ്, ചില്ലി അങ്ങനെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് മുറിക്കണ തിരക്കായിട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണും കൂടിയിട്ട് കേക്ക് മുറിച്ചിട്ട് സെർവ് ചെയ്ത് പിന്നെ ബാലൻസ് കേക്ക് വന്ന് അവിടെയുള്ള എല്ലാവർക്കും കൂടി കൊടുത്ത് അങ്ങനെ കേക്ക് മുറിക്കണ തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും പറയണേ, ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എന്തായാലും ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താ പറയുന്നുണ്ടെങ്കിൽ മറക്കരുത്. പിന്നെ ഇത് ഫാമിലി ഫോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ. എല്ലാവരും നിന്നിട്ട്